ലോക ജനതയെ ആകമാനം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാർ ശ്രദ്ധിക്കും, ലോകരാജ്യങ്ങൾ ജസ്റ്റ് ഒരു കൗതുകത്തിന് ശ്രദ്ധിക്കും. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ലോക പോലീസ് എന്ന് സ്വയം വിശ്വസിക്കുന്ന അമേരിക്കയുടെ തലപ്പത്ത്, എക്സിക്യൂട്ടീവ് തലപ്പത്ത് ആരാവും വരുന്നത് എന്നറിയാൻ ലോകരാജ്യങ്ങൾക്ക് കൗതുകമുണ്ട്. ലോക ജനത സാഹൂതം വീക്ഷിക്കുന്നു. വളരെ ഡൾ ഒരു തിരഞ്ഞെടുപ്പ് ആണ് ഈ 24-ൽ. ഇത് തിരഞ്ഞെടുപ്പ് വർഷമാണ് 2024 നവംബർ മാസം 5-ാം തീയതി ഉള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവണം. വളരെ ഡള്ളാണെന്ന് പറയാൻ കാരണം കഴിഞ്ഞ 2020-ലെ തിരഞ്ഞെടുപ്പിനുള്ള അതേ സ്ഥാനാർത്ഥികൾ, അതേ ചിത്രമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞത്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയായി ഡൊണാൾഡ് ട്രംപ് പാർട്ടി പ്രൈമറികളിൽ വിജയിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ എക്കാലത്തും എടുത്ത നിലപാടുകൾ തന്നെ തുടരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇൻകംബന്റ് പ്രസിഡന്റ്, 46-ാമത്തെ അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. ആ ജോ ബൈഡൻ സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ആധിപത്യം നേടി അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഡെലിഗേറ്റ്സിനെ അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് 3900 സംതിങ് ഡെലിഗേറ്റ്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിൽ 1975 ഡെലിഗേറ്റുകൾ മതി, ഡെമോക്രാറ്റിക് ഡെലിഗേറ്റുകൾ മതി ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്ത് ജയിപ്പിച്ചെടുക്കാൻ. അതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് ബൈഡന്. മറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ രംഗത്തില്ല. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വേഴ്സസ് ജോ ബൈഡൻ എന്നതാണ് ഫോർമുല. എന്നാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പോലെ അല്ല അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ്. ഇവിടെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ തീവ്രമായ പ്രചരണം നടത്തുകയും ദേശീയ നേതാക്കൾ വന്നു പോവുകയും സംസ്ഥാനങ്ങളിൽ ബാറ്റിൽ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമേരിക്കൻ ജനത തീരുമാനമെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ വലിയ ജനകീയ റാലികൾ മാത്രമല്ല, അതിന് പുറമെ ടെലി ഡിബേറ്റുകൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. അങ്ങനെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് എന്ന് പറയുന്ന ഇടങ്ങളിൽ തങ്ങളുടെ നയങ്ങൾ എന്താണ് നേരിട്ട്, ഇന്ത്യയിൽ അത് ശീലമില്ല. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിച്ചു, മോദി ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചില്ല. ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണോ? മോദി നേരിട്ട് സംവദിക്കാൻ തയ്യാറാണ് ആളുകളുമായി, പക്ഷേ രാഹുൽ ഗാന്ധിയുമായി ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഗോൻ രാഹുൽ എന്നാണ് മോദി ചോദിച്ചത്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല, അങ്ങനെ ചോദിക്കാനാവില്ല. പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് ഇവിടെ. പാർലമെൻ്ററിയാണ്, അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അവിടെ ട്രംപും ബൈഡനും, ജോ ബൈഡൻ എന്ന നിലവിലെ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപ് എന്ന മുൻ പ്രസിഡന്റും ഒരേ വേദിയിൽ അണിനിരക്കുകയാണ്. അമേരിക്കൻ ജനതയോട് ടെലിവിഷനിലൂടെ സംവദിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ അത് കേൾക്കുകയാണ്, താല്പര്യമുള്ളവർ. അവിടെ നിറം കെട്ട പ്രകടനമാണ്. കഴിഞ്ഞ 27-ാം തീയതി, ജൂൺ മാസം 27-ാം തീയതി നടന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ തികഞ്ഞ പരാജയമായിരുന്നു. അമ്പേ പാളി. ബൈഡൻ്റെ നിലപാടുകളും നയങ്ങളും അല്ലെങ്കിൽ പ്രഭാഷണവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ മാറി. അദ്ദേഹം 81 വയസ്സുണ്ട്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായമേറിയ പ്രസിഡന്റായി ബൈഡൻ മാറും. 78 വയസ്സുള്ള ഡൊണാൾഡ് ട്രംപ് ചെറുപ്പമൊന്നുമല്ല, എങ്കിലും 78 വയസ്സിനുള്ള ആരോഗ്യം ട്രംപിനുണ്ട്. പക്ഷേ 81 വയസ്സിനുള്ള ആരോഗ്യം ബൈഡനില്ല എന്ന ഒരു ചിന്തയാണ് ഡിബേറ്റ് കേട്ട ഏതാണ്ട് എല്ലാവരും ഒരേ ശ്വാസത്തിൽ പറയുന്നത്. ബൈഡൻ ഒരു പക്ഷേ വ്യക്തിപരമായി നല്ലൊരു വ്യക്തിയായിരിക്കാം. അമേരിക്കൻ ജനത ഏറെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നൈർമല്യമുള്ള ഒരു വ്യക്തിത്വമാണ്, മൃദുഭാഷിയാണ്, സൗമ്യനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ എന്നാൽ ദൃഢതയുണ്ട് താനും. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം പാളുന്ന, വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ, തൊഴിലില്ലായ്മ വിഷയം ഉൾപ്പെടെ, നമുക്ക് മാത്രമല്ല വിഷയം, അമേരിക്കയിലും അതേ വിഷയമുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിൽ ബൈഡൻ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ വല്ലാതെ ഇഷ്ടപ്പെടും, വെറുക്കുന്നവർ വല്ലാതെ വെറുക്കും. അങ്ങനെയൊരു വ്യക്തിത്വമാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് കള്ളം പറയാൻ ഒരു മടിയുമുള്ള ഒരാളല്ല. പച്ചക്കള്ളം നാട്ടുച്ചക്ക് പറയുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ കള്ളം പറയാൻ മാത്രമല്ല, പറഞ്ഞ് നിൽക്കാനും മിടുക്കനാണ് ഡൊണാൾഡ് ട്രംപ്. 20 പ്രാവശ്യമാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആ പ്രസംഗത്തിൽ 20 പ്രാവശ്യം, 1.5 മണിക്കൂർ സംവാദത്തിൽ 20 പ്രാവശ്യം കള്ളം പറഞ്ഞു ട്രംപ്. ഒരു പ്രാവശ്യം പോലും ജോ ബൈഡന് അത് കള്ളമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനോ അത് മനസ്സിലാക്കാനോ പോലും കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരാളെയാണോ അമേരിക്കൻ ജനത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിർത്തേണ്ടത്?
ട്രംപ് പാട്ടും പാടി ജയിക്കില്ലേ? ട്രംപ് മികച്ച സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല, മറിച്ച് ജോ ബൈഡൻ എന്ന ദുർബലനായ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിക്ക് നേരെ ട്രംപിനുള്ള മേൽക്കൈ ഇത് തൻ്റെ സ്വന്തം പാർട്ടിയായ ബൈഡൻ്റെ സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇപ്പോൾ കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ യാഗാശ്വത്തെ മാറ്റണമെങ്കിൽ മാറ്റാം. അവർക്കിപ്പോഴും തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. ഓഗസ്റ്റ് മാസം 19 മുതൽ 22 വരെ നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔപചാരികമായി ഉണ്ടാകും. പാർട്ടി പ്രൈമറി എന്നൊക്കെ പറഞ്ഞ അനൗപചാരികമായ കാര്യമാണ്. അത് ജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ല. പാർട്ടിയുടെ നേതാക്കൾ, പാർട്ടിയുടെ അംഗങ്ങൾ അവരുടെ ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നു. ആ ഡെലിഗേറ്റ്സ് ചേർന്നാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷമാണല്ലോ ഈ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ നടത്തുന്ന യഥാർത്ഥ തിരഞ്ഞെടുപ്പ്. ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പം ചരിത്രത്തിൽ അപൂർവതകളിൽ അപൂർവമാണ്. ഈ മത്സരരംഗത്തില്ലാത്ത ഒരാളെ ഇനിയും മത്സരരംഗത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സമ്മേളനത്തിൽ 19 മുതൽ ഓഗസ്റ്റ് 19, 22 നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ആ സ്ഥാനാർത്ഥി ഇപ്പം ബൈഡന് വോട്ട് ചെയ്യാനായി നിയോഗിക്കപ്പെട്ട ഇലക്ടേഴ്സ് ചേർന്ന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ ഞാൻ അത്ഭുതപ്പെടില്ല. കാരണം അത് യാഥാർത്ഥ്യബോധമാണ്. ബൈഡനെ നിർത്തി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തോറ്റു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി വരേണ്ടത് എന്താണ്? ബൈഡൻ്റെ റണ്ണിങ് മെയ്റ്റ്, അങ്ങനെയാണ് അവർ അമേരിക്കക്കാർ പറയുക. പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിനോടൊപ്പമുള്ള സ്ഥാനാർത്ഥിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അപ്പോൾ അത് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആണ്. അപ്പോൾ ബൈഡൻ ആൻഡ് കമല ഹാരിസ് എന്ന ടീം. അപ്പോൾ ബൈഡൻ പിന്മാറിയാൽ സ്വാഭാവികമായി പരിഗണിക്കപ്പെടേണ്ട പേര് കമല ഹാരിസിൻ്റേതാണ്. പക്ഷേ കമല ഹാരിസ് അതിന് താല്പര്യം പറഞ്ഞതായി അറിയില്ല. അത് മാത്രമല്ല, ആ പേര് കാര്യമായി ഫ്ലോട്ട് ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു പേര് മുൻ പ്രസിഡൻ്റായിരുന്ന ബറാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയുടെ പേരാണ്. കറുത്ത വംശജയായ മിഷേൽ ഒബാമയുടെ പേര് ഇവിടെ ഫ്ലോട്ട് ചെയ്യപ്പെടുന്നു. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇലക്ട്രൽ ബേസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ പാവപ്പെട്ടവർ, അടിസ്ഥാന വിഭാഗങ്ങൾ, കറുത്ത വർഗ്ഗക്കാർ, മെക്സിക്കോയിൽ നിന്നും കടന്നു വരുന്ന ഹിസ്പാനിക് വംശജരായ ആളുകൾ, അതുപോലെ ഇന്ത്യൻ വംശജരായ ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുടെ പരമ്പരാഗതമായ പിന്തുണയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി മറുപക്ഷത്തെ കുറച്ച് യാഥാസ്ഥിക കക്ഷിയാണ്. ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി പോലെ ഒരു യാഥാസ്ഥിക മനോഭാവമുള്ള പാർട്ടിയാണ്. ബ്രിട്ടനിലെ ലേബർ പാർട്ടി പോലെയാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സമാനമായ ഒരു തരം ഐഡിയോളജിയും ഫിലോസഫിയും ഒക്കെ തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് റിലീജിയസ് പേട്രിയാർക്സ്, മത മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ ഒരു വളരെ പരമ്പരാഗത ചിന്താഗതിക്കാരായ മതമേലധ്യക്ഷന്മാരും അവരെ പിന്തുണയ്ക്കുന്ന സഭാവിഭാഗങ്ങളും, അതുപോലെ തന്നെ വലിയ റിഫോംസ് ആവശ്യമില്ല ഇതും നികുതിയെക്കുറിച്ച് ഈ പണക്കാർക്ക് വലിയ നികുതി വേണ്ട എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ പണക്കാരോടൊപ്പം നിൽക്കുന്ന വൻ വ്യവസായികളുടെ പിന്തുണയുള്ള ചില യാഥാസ്ഥിക വിഭാഗങ്ങളുടെ പിന്തുണയുള്ള വെള്ളക്കാരായ, വർഗീയമായി ചിന്തിക്കുന്ന, വംശീയമായി ചിന്തിക്കുന്ന വെള്ളക്കാരുടെ ഒരു വിഭാഗമുണ്ട്. അവരെല്ലാം പിന്തള്ളപ്പെട്ടു പോകുന്നു. അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ബ്ലാക്ക്സ് ആൻഡ് കളേർഡ് ആൻഡ് ബ്രൗൺസ്, ഇവരെല്ലാം ചൈനീസ് വംശജർ, അവരെല്ലാം തസ്തികകൾ കൊണ്ടുപോകുന്നു എന്ന ഭയപ്പാടുള്ള ഒരു വെള്ളക്കാരുടെ ഒരു വിഭാഗമുണ്ട്. അവരും അരിസ്റ്റോക്രാറ്റുകളും എല്ലാം ചേർന്ന് സപ്പോർട്ട് ഒരുക്കുന്ന, അവരുടെ എല്ലാം സപ്പോർട്ട് പൊതുവെ പറയില്ല. ആ ഒപ്പീനിയൻ പോൾ നടത്തിയാൽ ട്രംപിന് വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു തരം നാണക്കേടായതുകൊണ്ട് അവരൊന്നും മിണ്ടില്ല. അല്ലെങ്കിൽ അവർ പറയും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്ന്. പക്ഷേ ട്രംപിന് അടിസ്ഥാനപരമായ കുറേ വോട്ടുകളുണ്ട്, അത് നിഷേധിക്കാനാവില്ല. അപ്പോൾ ട്രംപ് ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നത് കൊണ്ട് തീർച്ചയായും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ബൈഡനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. എന്നാൽ ബൈഡൻ എന്ന വ്യക്തി മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം മനസ്സ് തുറന്നപ്പോഴെല്ലാം പറഞ്ഞ ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കൈ വിറയ്ക്കുന്നില്ല, കാല് വിറയ്ക്കുന്നില്ല, എൻ്റെ ഓർമ്മശക്തി വളരെ ഇൻടാക്റ്റാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഞാൻ കൂടുതൽ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ചെയ്തുകൊള്ളാം. ഓർക്കൂ, 81 വയസ്സുള്ള ബൈഡൻ പ്രസിഡന്റ് പദവിയിൽ 4 വർഷം ഇരുന്ന് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ, 2 വർഷം മാത്രമല്ലേ പ്രസിഡന്റ് ആകാനൊക്കൂ, അങ്ങനെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ പ്രായം 85.
അപ്പം ഇതിനൊക്കെ ഒരു റിട്ടയർമെൻറ്റ് പ്രായമില്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനൊരു ഇതില്ലേ? BJP ഒക്കെ 75 വയസ്സിൽ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് വന്ന മോദിക്ക് ഇത് ബാധകമല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ പോലും ഇന്ത്യയിൽ പോലും അങ്ങനെ റിട്ടയർമെൻറ്റിനെ കുറിച്ച്, രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർമെൻറ്റിനെ കുറിച്ച് പാർട്ടികൾ ചിന്തിക്കുമ്പോൾ അമേരിക്ക എന്ന അതീവ വികസിത രാജ്യത്തെ അത് ചിന്തിക്കാനുള്ള മനസ്സ് പാകപ്പെട്ടില്ലയോ എന്ന ഒരു കൗതുകവും നമുക്കുണ്ട്. അതുകൊണ്ട് ബൈഡനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ ബൈഡൻ സ്വയം ഒഴിയണം. ബൈഡന് 3 ഓപ്ഷൻസാണുള്ളത്. സ്വയം ഒഴിയണം, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ ഡെലിഗേറ്റ്സ് പറയണം, ആവശ്യപ്പെടണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ ഒരു ഈസ് ഔട്ട് ഫോർമുല ഉണ്ടാകണം. ഇപ്പോൾ തികഞ്ഞ സന്നിഗ്ധ അവസ്ഥയാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടമാടുന്നത്. അപ്പോൾ അടുത്ത പ്രസിഡന്റ് 47ാമത്തെ പ്രസിഡന്റ്, 46 പ്രസിഡന്റ് കഴിഞ്ഞു, 47ാമത്തെ പ്രസിഡൻ്റായി ഇനി ഡൊണാൾഡ് ട്രംപ് വരുമോ, അതോ ബൈഡൻ തന്നെ ആവുമോ സ്ഥാനാർത്ഥി, അതോ ബൈഡന് പകരം വരുന്ന ആളാവുമോ എന്നത് അറിയണമെങ്കിൽ 20-ാം തീയതി ജനുവരി മാസം 2025 ജനുവരി മാസം 20-ാം തീയതി വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ട്രംപിനെ വേട്ടയാടുന്ന 1-2 കാര്യങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ. അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് അതും കൂടെ സൂചിപ്പിക്കുന്നു. ട്രംപ് മുൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറുന്ന സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ തീവ്ര അനിശ്ചിതത്വമായിരുന്നു. അനിതര സാധാരണമായ ഒരു വൈഭവത്തോടു കൂടി ട്രംപ് അതിനെ ഇളക്കി മറിച്ച് ജനവിധി തനിക്കനുകൂലമാണ് എന്ന് വരുത്തി തീർക്കുകയും തൻ്റെ സപ്പോർട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റോൾ ഹിൽ ആക്രമിക്കുന്ന ഘട്ടം വരെ വന്നു. ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന വേളയിൽ ഇതെല്ലാം കറുത്ത ഏടുകളായി. അതുപോലെ ട്രംപിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ കറുത്ത ഏടുകൾ ഏറെയുണ്ട്. അദ്ദേഹം ചില കേസുകളിൽ പെട്ട് വിചാരണയിലുമൊക്കെയാണ്. അദ്ദേഹത്തെ കോടതി എത്രത്തോളം ശിക്ഷിക്കും എന്നൊന്നും പറയില്ല. ഒരു വിവാദ നായകനായ ട്രംപ്, അത്രയുമൊന്നും വിവാദമില്ല. അദ്ദേഹത്തിൻ്റെ ബൈഡൻ്റെ മകനെക്കുറിച്ചുമൊക്കെ വിവാദങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അത്രയും അധികം വിവാദ നായകനല്ലാത്ത ബൈഡൻ, ആ ബൈഡന് അണ്ടർലൈങ്ങായി ഈ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ അമ്പേ പരാജയപ്പെട്ടുവെങ്കിലും 10% നിഷ്പക്ഷ വോട്ടർമാർ ഇപ്പോഴും ബൈഡനോടൊപ്പമാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ കാണുന്ന അഭിപ്രായ സർവേകളിൽ കാണുന്നത്. അതുകൊണ്ട് ബൈഡനെ അങ്ങനെ എളുപ്പം അങ്ങ് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയും അങ്ങനെ എളുപ്പം ചിന്തിക്കാനാവില്ല. 100 വട്ടം ആലോചിക്കേണ്ട സമയമാണ്. എങ്ങനെ വന്നാലും ഇനിയുള്ള നാളുകളിൽ ഏറെ കാര്യങ്ങൾ ജനങ്ങൾ സംസാരിക്കും. പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ലോകം മുഴുവൻ സംസാരിക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടുത്ത 2-3 മാസങ്ങളിൽ തീർച്ചയായും അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. അതിനൊരു കർട്ടൻ റൈസർ ആകട്ടെ ഈ ലഘു സംസാരം എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.